എന്തെങ്കിലും ഒരു കാര്യം പറ്റില്ല, നോ എന്ന് പറയുമ്പോൾ ശരി ഓക്കെ എന്ന് സമ്മതിക്കുന്ന കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിയർലി ഇമ്പോസിബിൾ ആണല്ലേ. നമ്മൾ നോ എന്ന് പറയേണ്ട താമസം അടുത്ത സെക്കൻഡിൽ തുടങ്ങും. കരച്ചിൽ, വഴക്ക്, വാശി, പിണക്കം, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത് അല്ലേ? ഒരു ചെറിയ നോ പറഞ്ഞതിന് എന്താ ഇത്ര വലിയ റിയാക്ഷൻ? നമ്മൾ മാക്സിമം നോ പറയാതിരിക്കാൻ നോക്കും. എന്നാലും എവിടെയെങ്കിലും ഒരു നോ പറയേണ്ടി വരുമ്പോൾ ഇത്ര സ്ട്രഗിൾ എന്താ? കുട്ടികൾക്ക് എന്താ ഒരു ചെറിയ റിജക്ഷൻ പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്? ഇതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ശരിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ കുട്ടികൾക്ക് നോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതല്ല പ്രോബ്ലം. നോ കേട്ട് കുട്ടികൾ അപ്സെറ്റ് ആവുന്നത് ഹെൽത്തിയാണ്, അത് നോർമലാണ്. പക്ഷേ ആ ഡിസപ്പോയിൻമെൻറ്റിൽ നിന്ന് സ്ലോലി റിക്കവറായി അക്സെപ്റ്റൻസിൽ എത്താൻ പഠിക്കണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. അതിനവരെ ഹെൽപ്പ് ചെയ്യേണ്ടത് നമ്മളാണ്. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുമ്പോൾ തന്നെ നമ്മുടെ പേഴ്സ്പെക്റ്റീവ് ടോട്ടലി ചേഞ്ച് ആവും. നമ്മൾ ഒരു ദിവസം കുട്ടിയോട് എത്ര നോ പറയുന്നുണ്ടാവും? കുറച്ച് കുസൃതിയൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ പറയാനുമില്ല. അവിടെ തൊടരുത്, അതെടുക്കരുത്, മേളിൽ കയറരുത്, ഓടരുത്, പറഞ്ഞാൽ കേക്ക്, മര്യാദക്കിരിക്ക്. ഒരു മാരത്തോൺ തന്നെയാണല്ലേ. രാത്രി ആകുമ്പോഴേക്കും എങ്ങനെ പോയാലും ഒരു 10-20 നോയെങ്കിലും ആയിട്ടുണ്ടാവും. പക്ഷേ ഈ എല്ലാ നോയ്ക്കും അവർ ഒരുപോലെയാണോ റെസ്പോണ്ട് ചെയ്തത്? അല്ല. ചിലതൊന്നും അവർ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല അല്ലേ? ആക്ച്വലി ഒരു വേർഡ് നമ്മൾ ഇത്ര റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു പോകും. നോ അവർക്കൊരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് പോലെ തോന്നുള്ളൂ. നമ്മൾ ചെയ്യരുത് എന്ന് പറയുന്നവർ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങും. എൻ്റെ മോള് ഫുഡ് കഴിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ വായിൽ വെച്ചുകൊണ്ടിരിക്കും, ഇറക്കില്ല. ഒരു 10 പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോഴേക്കും എനിക്ക് ദേഷ്യം വരും. അപ്പോൾ ഞാൻ ഷൗട്ട് ചെയ്യുമ്പോഴായിരിക്കും അവളെന്നെ നോക്കുന്നത് തന്നെ. അപ്പോഴെനിക്ക് മനസ്സിലാവുന്നത് ഞാൻ അത്ര നേരം പറഞ്ഞു ഒന്നും അവൾ കേട്ടിട്ടില്ല എന്ന്. ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്ന കാരണം അവൾക്കതൊരു കൺസേൺ ആയിട്ട് തോന്നിയില്ല. എപ്പോഴും കുട്ടികൾ സ്റ്റബേൺ ആയതുകൊണ്ടല്ല അവർ നോ ഇഗ്നോർ ചെയ്യുന്നത്. ചിലപ്പോഴൊക്കെ ആ വേർഡ് അവർക്കൊരു കൺസേൺ ആയി തോന്നാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇനി നോ പറയരുത് എന്നൊന്നും അല്ല കേട്ടോ. കുട്ടികൾക്ക് ബൗണ്ടറീസ് വേണം, ലിമിറ്റ്സ് വേണം. പക്ഷേ എല്ലാ ചെറിയ കാര്യങ്ങൾക്കും നോ പറയുന്നതിന് പകരം ഡിഫറെൻറ്റ് റെസ്പോൺസ് ട്രൈ ചെയ്ത് നോക്കിയേ. TV ഓഫ് ചെയ്യുക എന്ന് പറയുന്നതിന് പകരം വാ നമുക്ക് പുറത്ത് പോയി സൈക്കിൾ ഓടിക്കാം, അങ്ങനെ പറഞ്ഞു നോക്ക്. ഇവിടെ നമ്മൾ അവരുടെ ഇൻട്രസ്റ്റും ക്യൂരിയോസിറ്റിയും ഒക്കെ യൂസ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം അൺനെസസറി നോ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നോ പറയുമ്പോൾ അതിന് കൂടുതൽ വാല്യൂ ഉണ്ടാവും. പക്ഷേ ഇവിടെ വേറൊരു ചോദ്യമുണ്ട്. നമ്മളൊരു കാര്യം നോ എന്ന് പറയുമ്പോൾ നമ്മളത് മീൻ ചെയ്യുന്നുണ്ടോ? നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു, കുട്ടി കേട്ടില്ല, കരഞ്ഞു, വാശി പിടിച്ചു, ആർഗ്യൂ ചെയ്തു. 5 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മൾ കോംപ്രമൈസ് ചെയ്തു. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇതാണ് പാറ്റേൺ എങ്കിൽ നോ വർക്ക് ആവില്ല. ബിക്കോസ് കുട്ടി പഠിക്കുന്നത് നോ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ട്രൈ ചെയ്താൽ മതി എന്നാണ്. കുറച്ചും കൂടി കരഞ്ഞാൽ മതി, കുറച്ചും കൂടി വാശി പിടിച്ചാൽ മതി, അവർക്ക് വേണ്ടത് കിട്ടും. അപ്പോൾ കൂടുതൽ കരയും, കൂടുതൽ വാശി പിടിക്കും, പിണങ്ങും, വീണ്ടും വീണ്ടും ചോദിക്കും. ഇത് ഫിക്സ് ചെയ്യാൻ നമ്മൾ റൂഡ് ആവേണ്ടയോ ഹാർഷ് ആവേണ്ടയോ ആവശ്യമൊന്നുമില്ല. പകരം ക്ലിയർ ആവണം, കാം ആകണം. നോ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ എന്തെങ്കിലും കോൺസിക്വൻസ് ഉണ്ടാകും എന്നവർക്ക് മനസ്സിലാകണം. ഒരു എക്സാമ്പിൾ പറയാം. കുട്ടി വല്ല പൂളിൻ്റെയോ പോണ്ടിൻ്റെയോ ഒക്കെ അടുത്തേക്ക് പോകുമ്പോൾ പോകില്ല എന്ന് നമ്മൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ കരഞ്ഞാലും വാശി പിടിച്ചാലും നമ്മൾ പിടിച്ച് മാറ്റില്ലേ? എന്തുകൊണ്ടാണ്? നമ്മളത് മീൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ വേർഡ്സ് മാത്രമല്ല, നമ്മുടെ ആക്ഷൻസ് നോക്കിയിട്ടാണ് കുട്ടികൾ ഒരു കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. വീട്ടിൽ മക്കൾ വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഞാൻ സീരിയസ് ആയിട്ടാണോ സില്ലി ആയിട്ടാണോ പറയുന്നത് എന്നതിൻ്റെ എക്സ്പ്രഷൻ നോക്കി മനസ്സിലാക്കിയിട്ടാണ് അവർ കേൾക്കണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് തന്നെ. ശരിക്കും കുട്ടികൾക്ക് നമ്മുടെ എക്സ്പ്രഷൻ നോക്കി മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ സീരിയസ് ആയിട്ടാണോ പറയുന്നത് അതോ ഇങ്ങനെ വെറുതെ പറയുകയുള്ളൂ എന്നൊക്കെ. നമ്മൾ നോ എന്ന് പറയുമ്പോൾ ആ വേർഡ്സ് മാത്രമല്ല, നമ്മുടെ ആക്ഷൻസും അതിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോഴേ അതിനൊരു വാല്യൂ ഉണ്ടാവുകയുള്ളൂ. ഈ കോൺവെർസേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇതൊന്നുമല്ല. നമ്മൾ പേരൻസിന് നമ്മുടെ കുട്ടികൾ വല്ലാതെ അപ്സെറ്റ് ആവുന്നത് കണ്ടു നിൽക്കാൻ പറ്റില്ല. കുട്ടി എന്തെങ്കിലും ആവശ്യപ്പെട്ടു, നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു, കുട്ടി അപ്സെറ്റായി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഫിക്സ് ചെയ്യാൻ നോക്കും, ഡിസ്ട്രാക്റ്റ് ചെയ്യും, ഓൾട്ടർനേറ്റീവ് കൊടുക്കും, നെഗോഷിയേറ്റ് ചെയ്യും, എങ്ങനെയെങ്കിലും വീണ്ടും ഹാപ്പി ആക്കാൻ നോക്കും. ബിക്കോസ് നമ്മുടെ കുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്നത് കാണാൻ നമുക്കത്ര കംഫർട്ടബിൾ അല്ല. പക്ഷേ
ഡിസപ്പോയിൻമെൻറ്റ് നമ്മുടെ എനിമി അല്ല, അതൊരു ലൈഫ് സ്കില്ലാണ്. ഒന്ന് ഓർത്ത് നോക്കി, കുട്ടികൾ വെയിറ്റ് ചെയ്യാൻ പഠിക്കണം, നോ കേൾക്കാൻ പഠിക്കണം, ഷെയർ ചെയ്യാൻ പഠിക്കണം, ലൂസ് ചെയ്യാൻ പഠിക്കണം. ഇതൊന്നും അവർ സഫർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ലൈഫിൽ ഇതൊക്കെ വന്നുകൊണ്ടേയിരിക്കും. ഒരു ദിവസം ഫ്രണ്ട് നോ പറയും, ടീച്ചർ നോ പറയും, ചിലപ്പോൾ ലൈഫ് തന്നെ നോ പറയും. അപ്പോൾ ഉണ്ടാകുന്ന ഡിസപ്പോയിൻമെൻറ്റ് ഡിഫിക്കൽട്ടായിരിക്കും. ഇവിടെ സർവൈവ് ചെയ്യാനുള്ള റെസീലിയൻസ് ഉണ്ടാകുന്നത് എക്സ്പീരിയൻസിൽ നിന്നാണ്. എനിക്ക് വേണമായിരുന്നു, പക്ഷെ കിട്ടിയില്ല, വിഷമമുണ്ട്, എന്നാലും ഓക്കെയാണ്, ഞാൻ വേറെ എന്തെങ്കിലും നോക്കിക്കോളാം. ഈ ലെസൺ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, അതവർ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നത്, മോളൊരു പ്രാവശ്യം മേക്കപ്പ് സെറ്റ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞൊരു സിറ്റുവേഷനാണ്. ഷോപ്പിംഗ് പോയപ്പോൾ അവിടെ ലിപ്സ്റ്റിക്, ഐ ഷാഡോസൊക്കെ കണ്ടപ്പം അവൾക്കത് വേണം എന്നായി. ഞാൻ മാക്സിമം കാമായിട്ടാണ് നോ പറഞ്ഞത്, എന്നിട്ടും ഷോപ്പിൽ അതൊരു സീനായി. തിരിച്ചു വരുമ്പോഴും കരഞ്ഞുകൊണ്ടേയിരുന്നു. മേടിച്ചു കൊടുത്താൽ മതിയായിരുന്നു എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. പക്ഷെ ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു. വീട്ടിൽ തിരിച്ചെത്തി ഫുഡ് കഴിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. രാവിലെ എണീറ്റപ്പോൾ പക്ഷെ മോള് കാമായി. അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ ആയോ എന്ന്. അപ്പോൾ അവൾ പറയാ, സങ്കടമായി, പക്ഷെ സാരമില്ല, കുറച്ചും കൂടി വലുതാകുമ്പോൾ വലിയ ഒരെണ്ണം മേടിക്കാമെന്ന്. മോള് കരയുന്നത് കണ്ട് ഞാൻ കോംപ്രമൈസ് ചെയ്തിരുന്നെങ്കിൽ അവൾക്ക് ഈ ഡിസപ്പോയിൻമെൻറ്റ് ഓവർകം ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ അവൾക്കത് സർവൈവ് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇതോടൊപ്പം തന്നെ പറയേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ചിലപ്പോഴൊക്കെ കുട്ടികൾ വാശി പിടിക്കുന്നത് ഒരു സാധനത്തിന് വേണ്ടി ആവില്ല, അത് കൺട്രോളിന് വേണ്ടിയായിരിക്കും. കുട്ടികളുടെ ഒരു ദിവസം ഒന്ന് ആലോചിച്ച് വയ്ക്കുക. രാവിലെ എണീക്ക്, ബ്രഷ് ചെയ്യുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, സ്കൂളിൽ പോകാൻ റെഡിയാവുക, ഹോംവർക്ക് ചെയ്യുക, ഉറങ്ങുക. അങ്ങനെ അവരുടെ ലൈഫിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യവും ഡിസൈഡ് ചെയ്യുന്നത് നമ്മളാണ്. അവർക്ക് സ്വന്തമായിട്ട് ഒന്ന് ഡിസൈഡ് ചെയ്യാനുള്ളൊരു ചാൻസ് പോലും ചിലപ്പോൾ കിട്ടില്ല. അതിനിടയ്ക്ക് അവരെന്തെങ്കിലും ആവശ്യപ്പെടുമ്പോഴും നമുക്ക് ചിലപ്പോൾ നോ പറയേണ്ടി വരും. അവർ ഫൈറ്റ് ചെയ്യുന്നത് ചോക്ലേറ്റിനോ ടോയ്സിനോ സ്ക്രീൻ ടൈമിനോ വേണ്ടിയല്ല, ചിലപ്പോഴൊക്കെ ഒരു ചാൻസിന് വേണ്ടിയിട്ടാണ്, ഒരു സെൻസ് ഓഫ് കൺട്രോളിന് വേണ്ടിയിട്ടാണ്, എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഒരു ദിവസം കുളി കഴിഞ്ഞ് മോള് ഡ്രസ്സ് ഇടുമ്പോൾ ഞാൻ എടുത്തു വെച്ച ഡ്രസ്സ് വേണ്ട, വേറെ മതി എന്നൊക്കെ പറഞ്ഞ് വഴക്കായി. ലാസ്റ്റ് ഞാൻ അവളോട് തന്നെ സെലക്ട് ചെയ്തോളാൻ പറഞ്ഞു. കുറേ ഡ്രസ്സ് എടുത്ത് വലിച്ചിട്ടിട്ട് ഞാൻ ആദ്യം എടുത്തു വെച്ചിരുന്ന ഡ്രസ്സ് തന്നെയാണ് അവൾ ഇട്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു ഡ്രസ്സല്ലായിരുന്നു അവൾക്ക് വേണ്ടത്, ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ചാൻസ് ആയിരുന്നു. ഇത് മനസ്സിലാക്കിയ വാശി പിടിക്കുന്ന കുട്ടികളെ നമുക്ക് കുറച്ചും കൂടി എമ്പതിയോടെ കാണാൻ പറ്റും. അവർ ചോദിക്കുന്നതെല്ലാം കൊടുക്കണം എന്നല്ല, പക്ഷേ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചോയ്സസ് കൊടുക്കാൻ പറ്റും, ചെറിയ ഇൻഡിപെൻഡൻസ് കൊടുക്കാം, ഡിസിഷൻ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാം. അപ്പോൾ സൊല്യൂഷൻ നോ റിമൂവ് ചെയ്യുകയല്ല, നല്ല പാരൻറ്റിങ്ങിന് നോ വേണം, ബൗണ്ടറീസ് വേണം, ലിമിറ്റ്സ് വേണം. അതോടൊപ്പം ഡിസിഷൻ എടുക്കാനും പ്രോബ്ലം സോൾവ് ചെയ്യാനും ഡിസപ്പോയിൻമെൻറ്റ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ അവർക്ക് കൊടുക്കണം. സോ ഇപ്പോൾ കുട്ടി നോ കേട്ട് അപ്സെറ്റ് ആവുന്നുണ്ടെങ്കിൽ അവർ സ്പോയിൽഡ് ആയതോ സ്റ്റബേൺ ആകുന്നതോ നമ്മുടെ പാരൻറ്റിങ് ഫെയിലിയറോ ഒന്നുമല്ല. അവർ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെസൺ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹൗ ടു ഹാൻഡിൽ ഡിസപ്പോയിൻമെൻറ്റ്. ശരിക്കും നമ്മൾ കുട്ടികളെ നോ ഹാൻഡിൽ ചെയ്യാനല്ല പഠിപ്പിക്കുന്നത്, നോ ഫേസ് ചെയ്ത് ഓക്കെ ആയിട്ട് മുന്നോട്ട് പോകാനാണ് പഠിപ്പിക്കുന്നത്. അതിന് സമയം വേണം, പ്രാക്ടീസ് വേണം, പേഷ്യൻസ് വേണം. നമ്മൾ കാമായിട്ട് കൂടെ നിന്നാൽ അവർക്കത് പഠിക്കാൻ പറ്റും. നമ്മൾ അവരെ നോ പറയാൻ പഠിപ്പിച്ചതുപോലെ നോ കേൾക്കാനും പഠിക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യണം. ഇത് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, പക്ഷേ നമ്മൾ കൂടെ നിന്നാൽ അവർക്കത് ഉറപ്പായി പഠിക്കാൻ പറ്റും. ഇതുപോലെയുള്ള പാരൻറ്റിങ് കോൺവെർസേഷൻസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോ മിസ്സാവണ്ട. സീ യു.